പോറ്റിയെ കയറ്റിയതുമായിട്ട് ബന്ധപ്പെട്ട ഈരടികളെല്ലാം പാടിക്കൊണ്ടാണല്ലോ പാർലമെന്റിന്റെ മുമ്പിൽ സമരം നടത്തിയത് പ്രതിപക്ഷ എം പിമാരുൾപ്പെടെ. ഇപ്പോൾ വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്, പൂജാരി ഈ പറയുന്ന പോറ്റിയെ കയറ്റിയത് ഇടതുപക്ഷമല്ല, UDF തന്നെയാണ്, അവരുടെ ഭരണ സംവിധാനത്തിന്റെ ഭാഗമായിട്ടാണ്. ഇപ്പോൾ കോൺഗ്രസിന്റെ നിലപാട് എന്താണ് എന്ന് വ്യക്തമാക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിയമസഭയിലുണ്ടായ അവരുടെ ഒളിച്ചോട്ടാണ്. കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്നു, പത്രങ്ങൾ മുഴുവൻ എഴുതുന്നു, അതൊക്കെ അത്ര ഭയങ്കരമായ പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നിയമസഭ ആരംഭിച്ചു. നിയമസഭ ആരംഭിച്ചപ്പോൾ നിയമസഭയിൽ അതിൻ്റെ പ്രൊസീജിയേഴ്സ് അനുസരിച്ച് ഇവർക്ക് ഉന്നയിക്കാനുള്ള അവസരമുണ്ട്. അതാണ് എല്ലാ സന്ദർഭത്തിലും പാർലമെന്ററി വ്യവസ്ഥയനുസരിച്ച് ഉന്നയിക്കുക അടിയന്തര പ്രമേയം നൽകാതെ അസംബ്ലി തുടങ്ങിയ നിമിഷം തന്നെ പ്രതിപക്ഷ നേതാവ് അത് കലക്കാനാണ് ശ്രമിച്ചത്. അപ്പോൾ മന്ത്രിമാരുൾപ്പെടെ പറഞ്ഞു, നിങ്ങൾക്ക് അടിയന്തര പ്രമേയം നൽകാം, നോട്ടീസ് കൊടുക്കാം. പക്ഷേ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്താൽ ഈ പറഞ്ഞ സോണിയാഗാന്ധിയുടെ ഉൾപ്പെടെ പ്രയാർ ഗോപാലകൃഷ്ണന്റെ കാലത്തെ സംവിധാനം ഉൾപ്പെടെ കൊടിമരം ഉൾപ്പെടെ വാഹനം ഉൾപ്പെടെ എല്ലാം ചർച്ച ചെയ്യപ്പെടുമെന്നുള്ളത് കൊണ്ട് അതിന് തയ്യാറാവാതെ അസംബ്ലി തന്നെ ഒഴിവാക്കി ഓടിപ്പോകുന്ന ചിത്രമാണ് നമ്മൾ കണ്ടത്.